ത്രയംബകേശ്വർ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നും യാത്ര പുറപ്പെട്ട് ഏകദേശം 3 മണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ അങ്കായി കോട്ടയുടെ ചുവട്ടിൽ എത്തിയിരിക്കുന്നത്. ആ കാണുന്നതാണ് അങ്കായി കോട്ട. അവിടുന്ന് പാത ഒരുക്കിയിട്ടുണ്ട് തങ്കായി കോട്ടയിലേക്ക്. അങ്കായിയും തങ്കായും 2 കോട്ടകളാണെങ്കിലും ഒരു പൊതുവഴി ഉപയോഗിച്ച് അതിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് സത്മല കുന്നുകളിൽ കാണപ്പെടുന്ന ഒരു ചരിത്ര കോട്ടയാണ് അങ്കായി കോട്ട. ഇത് മന്മാടിനടുത്താണ് ഇതുള്ളത്. മന്മാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ദേവഗിരിയിലെ യാദവ രാജാവാണ് ഈ കോട്ട നിർമ്മിച്ചത്. ഈ കോട്ടയിലേക്ക് കയറാനായിട്ട് താഴേന്ന് തന്നെ സ്റ്റെപ്പുകളുണ്ട്. അതുകൊണ്ട് കയറുന്നതൊക്കെ കുറച്ച് ഈസിയാണ്. നല്ല പാതയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ കോട്ട ഇപ്പോൾ ഉള്ളത്. ഇതിന് കയറുന്നതിനും പ്രത്യേകിച്ച് ഫീസൊന്നും നമ്മൾ കൊടുക്കണ്ട. ഇവിടെ ഒരു കൽബെഞ്ചുണ്ട്. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് വേണ്ട. ഇത് കുറച്ച് സ്റ്റെപ്പ് കയറപ്പം തന്നെ നമുക്ക് ഇവിടെ കുറച്ച് ഗുഹകൾ കാണാൻ പറ്റും. ഏകദേശം താഴെയുള്ള എഴുത്തുകളിൽ നിന്ന് മനസ്സിലായത് ഏകദേശം ഇതിനൊക്കെ 1000ഓളം വർഷം പഴക്കമുണ്ടെന്നാണ്. ഇത് പലതും ജീർണാവസ്ഥയിലാണ്. ഇത് തൂണൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. ഇതിനകത്ത് വിഗ്രഹങ്ങളൊന്നുമില്ല പല ഗുഹകളിലും. താഴത്തെ നിലയിൽ 2 ഗുഹകളും മുകളിലത്തെ നില 5 ഗുഹകളുമാണ് ഇതിനകത്തുള്ളത്. ഇതെല്ലാം ബുദ്ധന്മാരുടെ ഗുഹകളാണെന്നാണ് വിശ്വസിക്കുന്നത്. ഇത് അജന്ത, എല്ലോറ അങ്ങനെയുള്ള ഗുഹകൾ പോലൊരു ഗുഹയാണ്. അത്രയും വലിപ്പമില്ലെന്നേ ഉള്ളൂ, എണ്ണത്തിലും കുറവാണെന്നേ ഉള്ളൂ. അപ്പോൾ മഹാരാഷ്ട്രയിൽ മുഴുവൻ ഇങ്ങനെയുള്ള കോട്ടകളും ഇങ്ങനെയുള്ള ഗുഹകളും ഉണ്ട്. ഇതിൽ മതിലിൽ ഈ പാറയിൽ കൊത്തിയെടുത്ത ശില്പങ്ങളൊക്കെ അതിനകത്തുണ്ട്. നശിച്ചു പോകാതെ ഇപ്പോഴും അതുണ്ട്. ഇനി ഇതിലേക്കൂടെ സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിലോട്ട്.
അങ്ങനെ ടോപ്പിലെത്തി കഴിഞ്ഞു. മേളിൽ ഗോശാലയുണ്ട്. ആ ഗോശാലയിൽ ഒരു പശുവാണ് നിൽക്കുന്നത്. പിന്നെ ഇവിടെ 2 ഗുഹകളൊക്കെ ഉണ്ട്. ഇനി മേളിലോട്ട് നമുക്ക് കയറി പോകണം. അപ്പോൾ ഞങ്ങളുടെ എൻഡ് വന്നിരിക്കുകയാണ്. ഇവിടെ ഗോശാലയാണ്. അഗസ്തി ആശ്രമം എന്നാണ് എഴുതി വച്ചേക്കുന്നത്. അങ്കാക്കില. ഒരു ആലൊക്കെ ഉണ്ട്, ഒരു സാൽവൃക്ഷമൊക്കെ ഉണ്ട്. ഇതിവിടെ നിന്ന് ഇനി നമുക്ക് പോകാനായിട്ട് സ്ഥലമില്ല. അല്ല, അങ്ങ് വരെ പോകാം. വേറെ ഇതിനകത്തോടെ ഇറങ്ങി പോകാം. നമുക്ക് അങ്ങ് വരെ സ്ഥലമുണ്ട്, കാണുന്നുണ്ട്. ഇവിടെ വെച്ച് നിർത്തേണ്ട കാര്യമില്ല, അങ്ങ് വരെ പോകാം. ഇവിടെ നിന്ന് സ്റ്റെപ്പുണ്ട്. വീണ്ടും താഴോട്ട് അങ്ങ് വരെ പോകാം. അവിടെ ചില കുളങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ മുകളിലുള്ള കുളങ്ങളാണ്. അങ്ങേ അറ്റം വരെ നമുക്ക് നടന്നു പോകാനായിട്ട് കഴിയും. ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് ഇവിടെ നിന്നുള്ള. ആ കാണുന്നതാണ് തങ്കായ് ഫോർട്ട്. ഇവിടെ ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട്. ഗോമാതാവിൻ്റെ ക്ഷേത്രമാണ്. അഗസ്ത്യ ആശ്രമം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആൾക്കാരൊക്കെ അവിടെ പോയി തൊഴുകുന്നുണ്ട്. ഇവിടുത്തെ ഹയ്യസ്റ്റ് പീക്ക് കാണുന്നതാണ്. പക്ഷേ അവിടം വരെ കയറാൻ വഴി കാണുമായിരിക്കും. ആൾക്കാർ പോകുന്ന കാണുന്നില്ല. ഒരു കൊടിയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ. ഇത് പടിഞ്ഞാറേ ഭാഗത്ത് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ. അങ്കായ് കോട്ടയുടെ പടിഞ്ഞാറേ ഭാഗത്ത്. ഇവിടെ ഒരു കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. പൊളിഞ്ഞ് ജീർണാവസ്ഥയിലാണ്. ഒന്നുമില്ല, കൊട്ടാരം എന്ന് പറയാനായിട്ടൊന്നുമില്ല. ഇവിടെ ഒരു കുളമുണ്ട്. ഇതിനെ കാശിക്കുളം എന്നാണ് പറയുന്നത്. അതിൻ്റെ നടുത്തൊരു തുളസിത്തറയുണ്ട്. അല്ല, പാലസിലോട്ട് കയറാൻ പോയാണ്. 100 ഈ വണ്ടി പോകുന്നുണ്ടായിരുന്നോ? കിട്ടിയാ?